ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരിക്കടത്ത് കേസിൽ 3 വിദേശ പൗരന്മാരും പ്രതികളാകുമെന്ന് സൂചന. 2 ഓസ്ട്രേലിയൻ സ്വദേശികളും 1 ബ്രിട്ടീഷ് സ്വദേശിയുമാണ് പ്രതികളാവുക. പ്രതികളുടെ വിവരശേഖരണത്തിനായി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചുവെന്നും വിവരങ്ങൾ ലഭിക്കുന്നു. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് തത്സമയ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, ഗുഡ് മോർണിംഗ് അഗെയിൻ. നിതിൻ, ഈ വിദേശ നെറ്റ്വർക്ക് ഇതിൽ കാര്യമായി ഉണ്ട്. പ്രത്യേകിച്ച് ഡാർക്ക് വെബ് എന്ന് പറയുന്ന പരിപാടിയിലൂടെ ഈ നമ്മുടെ മൂവാറ്റുപുഴക്കാരൻ എഡിസൺ കാര്യങ്ങൾ കുറേ കൊണ്ടുപോയിട്ട് മുന്നോട്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റായി അറിയുന്നത്? ഗുഡ് മോർണിംഗ്. NCBയെ തന്നെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് എഡിസനെ ചോദ്യം ചെയ്തപ്പോൾ ലഭ്യമായത്. ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖലയെ കെറ്റമലോൺ കേസിലെ 1-ാം പ്രതി എഡിസന് വിദേശ ബന്ധമുണ്ട് നേരത്തെ തന്നെ NCB കണ്ടെത്തിയിരുന്നു. 2 ഓസ്ട്രേലിയൻ പൗരന്മാരും 1 ബ്രിട്ടീഷ് പൗരന്മാരുമാണ് ഇതിന് പിന്നിലെന്ന ഒരു വിവരമാണ് NCBക്ക് ലഭിച്ചത്. ലഹരി വിൽപ്പനയും അതുവഴി പണം കൈമാറ്റമാണ് എഡിസനുമായി നടത്തിയത്. എന്തായാലും ഇയാളുടെ എല്ലാം തന്നെ ഈ ഇടപാടുകാർക്ക് പ്രത്യേകിച്ചും ഇടപാടുപരമായിട്ടുള്ള ഒരു രീതി എൻക്രിപ്റ്റഡ് കോഡ് ആയതിനാൽ തന്നെ അത് ഡീകോഡ് ചെയ്താണ് ഈ വിവരങ്ങളൊക്കെ തന്നെ NCB ശേഖരിച്ചത്. അതിനുശേഷം നടത്തിയ അന്വേഷണത്തിലാണ് ഇതിലുള്ള ഈ വിദേശ ബന്ധമെല്ലാം തന്നെ കണ്ടെത്തിയത്. എന്തായാലും ഈ 2 ഓസ്ട്രേലിയൻ പൗരനും 1 ബ്രിട്ടീഷ് പൗരനും ഇതിൽ പ്രതികളാകുമെന്നാണ് ഇപ്പോൾ NCB വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യത്തിലടക്കമുള്ള നടപടികൾക്കായി ഇതിനെ തന്നെ വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചിട്ടുണ്ട്. നിരന്തരം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ നിരന്തരമായ ഒരു വിദേശ ഇടപാടുകൾ ഇയാൾ നടത്തിയിരുന്നു. ഇതിൽ ഓസ്ട്രേലിയൻ പൗരനും അതോടൊപ്പം ബ്രിട്ടീഷ് പൗരനുമായിട്ടാണ് നിരന്തരം എഡിസൺ ഇടപാട് നടത്തിയത്. ആ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വിദേശ പൗരന്മാരെ കേസിൽ പ്രതികളാക്കാനുള്ള ഒരു നീക്കം എന്തായാലും NCBയുടെ ഭാഗത്തുനിന്നും നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 14 മാസത്തിനിടെ ഏതാണ്ട് 600ഓളം പാർസലുകളാണ് എഡിസന് ലഭിച്ചത്. 6 മാസമായി NCB ഇതുമായി ബന്ധപ്പെട്ട് എഡിസന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലൊടുവിലാണ് എഡിസനെ അറസ്റ്റ് ചെയ്ത് അതിനുശേഷം ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് വിദേശ ബന്ധം അടക്കമെല്ലാം തന്നെ വിവരങ്ങൾ ലഭ്യമായത്. ഇയാൾ പാർസൽ ലഭിച്ചു. അതിനുശേഷം വിദേശത്തിലടക്കം വിൽപ്പന നടത്തി പിന്നീട് പണം ക്രിപ്റ്റോ കറൻസി മാറ്റുന്ന ഒരു നടപടിയാണ് എഡിസന്റെ ഭാഗത്തും ഉണ്ടായത്. ആ നിലയിലാണ് ഇയാളുടെ ഒരു ഓപ്പറേഷൻ രീതി എന്നാണ് ഇപ്പോൾ NCB അടക്കം വ്യക്തമാകുന്നത്. എന്തായാലും ഇതിലെ വിദേശ ബന്ധം കണ്ടെത്തിയ സാഹചര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയത്തിലടക്കം ഇതിനകം തന്നെ NCB സമീപിച്ചിട്ടുണ്ട്. വൈകാതെ കേസിൽ ഈ ഓസ്ട്രേലിയൻ പൗരനും അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് പൗരനെയും പ്രതികളാക്കാനാണ് NCBയുടെ നീക്കം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.